നിൽക്കുന്നത് ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്ത് ഔസ്ബുർഗ് രൂപതയിലെ വിൽബുർഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ വികാരിയച്ഛനാണ്. അച്ഛൻ തന്നെ ഇത് പരിചയപ്പെടുത്തും. എൻ്റെ പേര് തോമസ് മാടവന. ഞാനൊരു വിൻസെൻഷ്യൻ വൈദികനാണ്. എൻ്റെ വീട് മലയാറ്റൂരാണ്. വിൻസെൻഷ്യൻ സഭയുടെ മേരിമാത പ്രൊവിൻസിലുള്ള ഒരു അച്ഛനാണ്. അച്ഛൻ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ജർമ്മനിൽ വന്നിട്ട് ഞാൻ 19 വർഷമായി. 19 വർഷം കഴിഞ്ഞു, 20ാമത്തെ വർഷമാണ്. ഈ പാരിഷിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ വികാരിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. നല്ലൊരു പാരിഷാണ്. 2000-ഓളം ആൾക്കാരുള്ള ഒരു പാരിഷ്, 3 പള്ളികൾ, ചുറ്റുപാടൊക്കെ ഒത്തിരിയേറെ പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികളുണ്ട്. അങ്ങനെ നല്ലൊരു പാരിഷാണ് വിൽബുർഗ് സ്റ്റേറ്റ് എന്നുള്ള പാരിഷ്. അച്ഛാ, ഈ മൈൻഡാഹ്റ്റ് എന്ന് ജർമ്മനിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബയൻ സ്റ്റേറ്റിലൊക്കെ മൈൻഡാഹ്റ്റ് ഒരു വലിയൊരു ഇതാണല്ലോ, മാതാവിൻ്റെ ഒരു ഭക്തി. അതെന്താണെന്നൊന്ന് പറയാമോ? മൈൻഡാഹ്റ്റ് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. ഇവിടെ ബയണിൽ ഈ മെയ് മാസ വണക്കം, മാതാവിനോടുള്ള ഒരു പ്രത്യേക ഭക്തി പണ്ടുകാലം മുതലേ വളരെ വണക്കമാസത്തിന്റെ അതേ ഏകദേശം രീതിയിൽ പണ്ട് മുതൽ ഇത് വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. അതായത് മാതാവിന് വേണ്ടി ഒരു മാസം, മാതാവിന് വേണ്ടി മെയ് മാസമാണ് ഇവിടെ ഉള്ളതിൽ. ജർമ്മനിൽ ഇപ്പം തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും മരങ്ങളെല്ലാം വീണ്ടും പച്ചപ്പാവും പൂവാവും. അങ്ങനെ വരുന്ന ആ നല്ല മാസം മാതാവിന് വേണ്ടി ഇവര് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ പിന്നിലൊരു ചരിത്രം കൂടിയുണ്ട്. 16ാം നൂറ്റാണ്ടിൽ ഒരു 30 വർഷം നീണ്ടുന്ന ഒരു യുദ്ധം നടന്നൊരു കഥ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അത് 30 വർഷത്തോളം യൂറോപ്പിൽ മൊത്തം പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ. അപ്പോൾ അന്നുണ്ടായിരുന്ന രാജവംശങ്ങളെല്ലാം ഒന്നുകിൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിലായിരിക്കും, അല്ലെങ്കിൽ കത്തോലിക്ക ഗ്രൂപ്പിൽ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ദീർഘമായ യുദ്ധമാണ്. ബവേറിയ എന്ന് പറയുന്ന ഈ ബയൻ ഒരു കത്തോലിക്ക സ്റ്റേറ്റ് ആണ്, കത്തോലിക്ക സംസ്ഥാനമാണ് ജർമ്മനിലുള്ള. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ അന്നത്തെ രാജാവായിരുന്ന മാക്സിമിലിയാൻ എന്ന് പറയുന്ന രാജാവ് പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റിനെ, സംസ്ഥാനത്തെ മാതാവിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. അതാണ് 1638 അങ്ങനെ വലിയൊരു ആഘോഷം നടക്കുന്നത്. ഒരു ലോങ് ട്രഡീഷൻ ഉണ്ട്, പഴയ ട്രഡീഷൻ കിടക്കുന്നുണ്ട്, പണ്ട് മുതലുള്ള ട്രഡീഷൻ. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക സമർപ്പണവും, മാതാവിന് വേണ്ടി ഒരു വലിയ സ്തൂപം മ്യൂണിച്ചില് മരിയൻ പ്ലാറ്റ്സില് സ്ഥാപിച്ചുകൊണ്ട് ആ കാലഘട്ടം മുതലാണ് പ്രത്യേകമായിട്ട് മെയ് മാസം ഇതിനു വേണ്ടി സമർപ്പിച്ച് ഈ ഒരു ആഘോഷം. അപ്പൊ മിക്കവാറും എല്ലാ പള്ളികളിലും എല്ലാ കപ്പലുകളിലും തന്നെ ഈ മെയ് വണക്ക മാസം വളരെ ആഘോഷമായിട്ട് എല്ലാ പള്ളികളിലും വളരെ ആഘോഷമായിട്ട് നടത്താറുണ്ട്. അത് ജനങ്ങള് മാതാവിനോടുള്ള പാട്ട് പാടാനും, മാതാവിന് പൂർണ്ണമായിട്ടും തങ്ങളുടെ പ്രാർത്ഥനകൾ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ യാചിക്കാനൊക്കെ ആയിട്ട് ഈ മെയ് മാസ വണക്കം ഗംഭീരമായിട്ട് ഇവിടെ കൊണ്ടാടാറുണ്ട്. എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. താങ്ക് യു.